നമസ്കാരം, എൻ്റെ പേര് ഭരത്. ഞാൻ ബാംഗ്ലൂർ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. കാശ്മീർ ഗ്രേറ്റ് ലേക്സ് എന്ന ഈ ആശയം എന്നിലേക്ക് വളരെ യാദൃശ്ചികമായി എത്തിപ്പെടുകയാണ്. പ്രധാനമായും കേരളത്തിന് പുറത്തധികം സഞ്ചരിച്ചിട്ടില്ലാത്ത എനിക്ക് എൻ്റെ നാട് തന്നെയായിരുന്നു ഏറ്റവും സുന്ദരമെന്ന വിശ്വാസം, ചിലപ്പോൾ അത് അഹങ്കാരവുമായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ അത് പൂർണ്ണമായും അത് മാറി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, മലയാളികൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൃശ്യഭംഗി, മലനിരകൾ, മഞ്ഞുമലകൾ, ഒരുപാട് തടാകങ്ങൾ, ഇതിൻ്റെ ഇടയിലൂടെ കാൽനടയായിട്ടുള്ളൊരു യാത്ര, അതും ഒരു പ്രധാനപ്പെട്ട ഒരു 10-18-20 മെമ്പർ ടീമിൻ്റെ കൂടെ. സോൻമാർഗിൽ നിന്ന് തുടങ്ങി ഇവിടെ സച്ച് പാസിൽ വന്ന് എത്തി നിൽക്കുന്ന ഈ യാത്ര 4250 മീറ്റർ ഒരു മല താണ്ടുകയും അവിടെ ചെന്ന് ഈ മഞ്ഞുമലയിൽ കളിക്കാനൊരു അവസരം ഉണ്ടാവുകയും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മൗണ്ടനിയറിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത എനിക്ക് സാധ്യമാവുകയോ എന്ന് പോലും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിന് വേണ്ടിയിരുന്നു. ദൈവാധീനം കൊണ്ട് ഈ യാത്ര എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇത് ഓർഗനൈസ് ചെയ്ത ഗ്ലോബ് ട്രക്കേഴ്സ് എന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. അവരുടെ ഓർഗനൈസിങ് മികവ് ആണ് ഈ യാത്ര ഇത്രയും ഗംഭീരമാക്കാൻ സഹായിച്ചത്. ഏതൊരു മലയാളിയും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ വന്ന് അനുഭവിച്ച് മനസ്സിലാക്കേണ്ട ഒരു യാത്രയാണ് കശ്മീർ ഗ്രേറ്റ് ലേക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും KGL യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. Shiju, I'm an IT employee. I was very excited to join the KGL coordinated by Globe Truckers, and I should say that if I go to any other Himalayan trek, I'll go with Globe Truckers, not because of what I'm saying in presence of them. The real reason is that they will care each one of the member, and they will always make sure that everybody completes the trek. ഹായ്, ഹലോ, ഞാൻ ജലജ, വയനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് 62 വയസ്സായി. റിട്ടയർഡ് ബ്രാഞ്ച് മാനേജറായിരുന്നു. ഇത് 22ാമത്തെ ട്രക്കിങ്ങാണ്. അത് ഗ്ലോബ് ട്രക്കേഴ്സിൻ്റെ കൂടെയുള്ള ട്രക്കിങ്ങാണ്. ബുദ്ധിമുട്ടുള്ള ഒരു ഇത് തന്നെ ട്രക്കിംഗ് ആണ്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ എല്ലാം നമ്മൾ ആസ്വദിച്ച് പോരുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് പോകാനാണ് തോന്നുന്നത്. മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു റൈഡിങ് കൂടി ഇപ്പോൾ ഞാൻ നടത്തി. വല്ലാത്തൊരു അനുഭവമാണത്. കാരണം ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയാൻ ഇതാണ്. ലോകത്തിലെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഇത് ശരിയാണെന്നുള്ളപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കൂടെ വന്ന എല്ലാവരും തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ്. 2 ദിവസം കൂടി. ഞാൻ സുരേഷ് ബാബു, കണ്ടത്തിരിക്കുകയാണ്, വയനാട് ജില്ല. ഗ്ലോബൽ ട്രക്കേഴ്സിൻ്റെ ഇതിലാണ് ഞാൻ KGL വന്നത്. ഗ്ലോബൽ ട്രക്കേഴ്സ് നമുക്ക് 2 മാസം മുമ്പ് തന്നെ ക്ലാസ് തന്നിരുന്നു. നടക്കണം, ഓടണം എല്ലാം പറഞ്ഞിട്ട് ഞാൻ 11 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് എക്സസൈസ് എടുക്കുമായിരുന്നു. ഗ്ലോബൽ ട്രക്കേഴ്സ് വളരെയധികം സഹായമാണ് ഈ KGL ട്രക്കിങ്ങിൽ ചെയ്തിരുന്നത്. Hello all, I am Jinoy. I am a teacher from Wayanad district, from higher secondary section. I am here with the GT as the part of KGL trek. It is our 6th day and it is a awesome trek. I experienced so many different terrains. It's a wonderful trek. I made so many preparations, I made so many studies, I saw a number of videos related with KGL, and finally I selected GT. I am very happy to say that GT is very helpful for me to complete this trek successfully and without any much strains. My name is Johnny. I am working in Standard Chartered Bank Dubai for last 32 years. I heard about KGL in just 4 months back only. Then I was having
conversation with their leaders, and I decided to join the KGL, and their constant support, the periodic meetings and how to prepare it. Even though I do the marathon run for 10 kilometers, but I know that KGL, it is not a easy trekking. It is quite difficult, so I used to prepare, which helped me a lot. And today is the 6th day of the trekking, and I enjoyed it very much. At the same time, I learned more about the mountains and the Himalayas. All these years what we were learning through the pictures or YouTube and all, when we came here, it is a totally a different feeling. It is mind refreshing, and the global trekkers, their guidance was very important to achieve me this KGL trek as a success for me. And I am already 60 years, so I never did any trekking. This is my first trekking, so it was a very challenging task for me, but I was able to do it. And this is like, we are from we say that God's own country to heaven on earth. That really it is correct actually. So wish you all the best for global trekkers, and hope more trekking will be conducted by global trekkers, and I will be part of it. Hi, my name is Sanish. I'm from Ernakulam. I'm part of this KGL, first batch of KGL conducted by Globe Trekkers. I'm very grateful to Globe Trekkers that I got an opportunity to be part of this. It was an amazing experience. KGL is very wonderful. Even though it is physically and mentally tiring, it was the entire scenery is mind-blowing. It's a test of our physical ability as well as mental ability. It's a test of our perseverance, but still it's worth it. Globe Trekkers has been very professionally all these things. It's a family now. The entire batch of people over here, they are maintained as a family. So thank you, Globe Trekkers, and looking forward to more such treks with Globe Trekkers. Thank you. ഐ എം റീത്ത പ്രഭ. ഞാൻ ഒരു റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ. 2 years ബാക്ക് ഞാൻ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഐ യൂസ് ടു ഹൈക്കിംഗ് ആൻഡ് ട്രെക്കിംഗ്. അങ്ങനെ ഞാൻ ഗ്ലോബ് ട്രെക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ മെമ്പറായി. അവരുടെ വഴി ഞാനിപ്പോൾ കാശ്മീർ ഗ്രേറ്റ് ലേക്സിൻ്റെ പാർട്ടായിട്ട് ഇപ്പോൾ ശ്രീനഗറിലാണുള്ളത്. അമേസിംഗ് ആണ് ഈ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ. നോർമലി നമ്മളിപ്പോൾ പാക്കേജ് ടൂറിൽ വന്ന് കാശ്മീർ കണ്ടുപോകുന്നത് പോലെ അല്ല. അതിൻ്റെ ഓരോ ടോപ്പോഗ്രഫി മാറുന്നതും, പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെ നടക്കുക, അത് കഴിഞ്ഞ് ബോൾഡേഴ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുക, പിന്നെ കിലോമീറ്റേഴ്സ് നമ്മൾ മഞ്ഞിൻ്റെ പുറത്തൂടെ നടക്കുക, അത് കഴിഞ്ഞിട്ട് മെഡോസ്, വാസ്റ്റ് മെഡോസ് അൺഎൻഡിങ് ആയിട്ട് അതിലെല്ലാം ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കാണുന്നു. പിന്നെ നിറയെ ആട്ടിൻ പറ്റങ്ങളിങ്ങനെ കൂട്ടമായിട്ട് നമ്മുടെ ചുറ്റും വന്ന് നിറഞ്ഞിങ്ങനെ പോകുന്നു. അവിടെ ചെറിയ ചെറിയ ഡ്വെല്ലിങ്സ് നമുക്ക് കാണാം. ആട്ടിടയന്മാരുടെയോ അല്ലെങ്കിൽ കുതിരയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വളരെ റെയറായിട്ട് ഫാമിലീസിനെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു കേവിനകത്ത് പോലും നമ്മൾ ഒരു ഫാമിലിയെ കണ്ടു. അപ്പം അവരുടെ ഒരു ലൈഫ് കണ്ടു പോകുക എന്നുള്ളത് അസാധ്യമല്ലാതെ വന്നാൽ ട്രെക്കിങ്ങിൽ ഇങ്ങനൊരു പാക്കേജിൽ വന്നതുകൊണ്ടാണ് എനിക്കതെല്ലാം കാണാൻ കഴിഞ്ഞത്. പണ്ട് നെഹ്റുജി പറഞ്ഞതല്ലേ, ഇവിടമാണ് പാരഡൈസ്, ഇവിടമാണ് പാരഡൈസ്, ഇവിടമാണ് പാരഡൈസ് എന്ന് പറയുന്നത് സത്യം. ഹലോ, എൻ്റെ പേര് ഹരീഷ്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഞാൻ കൊച്ചിയിൽ IT യിൽ വർക്ക് ചെയ്യുന്ന ഒരു IT പ്രൊഫഷണലാണ്. KGL ട്രക്കിനെ കുറിച്ചിട്ട് എൻ്റെ ബോസായിട്ടുള്ള ഷിജു പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ GT ഇത് നടത്തുന്നത് അറിഞ്ഞപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. എന്താണിതിൻ്റെ ഇതൊന്നും അറിയില്ലായിരുന്നു. നല്ല തറവായിട്ടുള്ള പ്രാക്ടീസും അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ചാട്ടൊക്കെ ചെയ്തു എല്ലാ രീതിയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം AMS അടിച്ചു. പക്ഷേ ആ 1-2 ദിവസം AMS കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 ദിവസം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും പോലും നല്ലത്. ഒരു ഹൈക്ക്, ആ ഹൈക്കിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, എത്ര തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളിവിടെ വന്നു പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ചെമ്മരിയാടുകൾ,
പിന്നെ അതുപോലെ ഞാൻ ഇത്രയും വലിയ ഇതിനെ കണ്ടിട്ടില്ല, നമ്മുടെ പശുവിനെ കണ്ടിട്ടില്ല ഇതുവരെ. അത്രയും വലിയ പശുക്കളാണ്, അത്രയും വലിയ പുൽമേടുകളാണ്, അത്രയും വലിയ കായലാണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഞാൻ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതൊരു മാരക അനുഭവമാണ്. ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ധൈര്യത്തോടെ വന്നിട്ട് 1-2 മാസം പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഇവിടെ പൊളിച്ച് ഫുള്ളായി കണ്ടിട്ട് പോവുക. അത്രേ ഉള്ളൂ. അത്രയും നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ ഗ്ലോബ് ട്രക്കേഴ്സ്, പിന്നെ നമ്മുടെ ഷാജിയേട്ടൻ, അവരൊക്കെ നമ്മളെ സ്വന്തം അയ്യന്മാരെ പോലെ തന്നെ നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്തെങ്കിലും ട്രെയിലിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മളോട് കറക്റ്റ് ചെയ്യാം, നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം, നമ്മളൊരു ഫാമിലിയാണ് എന്നുള്ള ഒരു ബോധത്തോടെ നമ്മളോട് ഇങ്ങനെ ഒരുമിച്ച് പോകണം എന്നുള്ളൊരു കൂട്ടായ്മയുടെ ഒരു ഫലം നമ്മളിവിടെ കാണാനുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇരുന്ന് സൂപ്പ് കുടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീലിലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം, KGL ഒരു വർഷം മൺസ് ലൈഫ് ടൈം അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവരും ചെയ്യാം. താങ്ക്സ്. Hi, my name is Madhu Bopaya from Wayanad. I'm the 27th batch of KGL. It was a fantastic trek we have done for 4 days. We have started from Srinagar on 27th and 28th. We started from Chitkeri and we stayed there in Isnai. Then that day, second day, it was raining. We thought that we are unable to make the Gatsar Pass. Luckily, weather was favored and by God's grace, we have completed Gatsar Pass, 4,200 meters from the main sea level. I never thought in my life that I can able to climb a mountain like 4,200 meters. It was a fantastic, little bit tedious, but I enjoyed this trek. Thanks to Globe Trekkers. എൻ്റെ പേര് സിന്ധു. ഞാൻ വയനാട് സുൽത്താനത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ KGL എന്ന മനോഹരമായ ട്രക്കിങ്ങിൻ്റെ 4ാമത്തെ ഡേയിലാണ്. ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 4-5 കിലോമീറ്ററൊക്കെ ഓടുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് എക്സസൈസും ചെയ്യും. അതിങ്ങനെ ഒരു 2 മാസത്തോളം ഏകദേശം അത് ചെയ്തിരുന്നു. പിന്നെ ഷോൾഡർ പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ഒക്കെ എടുക്കണം എന്നൊക്കെ GT ഞങ്ങൾക്ക് ക്ലാസ് തന്നിരുന്നു. അതിനനുസരിച്ച് എല്ലാം ചെയ്തു. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ട്രക്കിംഗ്, എന്നാലും നമുക്ക് നല്ല ഈസിയായി പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കാശ്മീർ എന്നാണ് പറയുന്നത്.